ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സം ആൻഡ് എനി. സം ആൻഡ് എനി ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി പറയാൻ നമുക്ക് സം വയ്ക്കാം. സീ ദ എക്സാമ്പിൾ. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങി. I bought some vegetables from the market. I bought some vegetables from the market. ഞാൻ മാർക്കറ്റിൽ നിന്നും കുറച്ച് വെജിറ്റബിൾസ് വാങ്ങി. ഒരു ക്വാണ്ടിറ്റി പറയാൻ നമുക്ക് ഒരു പോസിറ്റീവ് സെന്റൻസിൽ സം വയ്ക്കാം. ഓക്കെ, നേരത്തെ എക്സാമ്പിൾ. അവൾ ചായയിൽ കുറച്ച് പഞ്ചസാര ഇട്ടു. She put some sugar in the tea. She put some sugar in the tea. അവൾ ചായയിൽ കുറച്ച് പഞ്ചസാര ഇട്ടു. ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി പറയാൻ ഒരു പോസിറ്റീവ് സെന്റൻസിൽ നമുക്ക് എന്ത് വയ്ക്കാം? സം വയ്ക്കാം. നെക്സ്റ്റ് യൂസേജ് ആണ് ഓഫേഴ്സ്. എന്തെങ്കിലും ഒരു ഓഫർ പറയാൻ നമുക്ക് വയ്ക്കാം. ഓഫർ. നിനക്ക് ചായ വേണോ? വുഡ് യു ലൈക്ക് സം ടീ? വുഡ് യു ലൈക്ക് സം ടീ എന്ന് വയ്ക്കാം. നിനക്ക് കുറച്ചും കൂടി ചോറ് വേണോ? ഡു യു വാണ്ട് സം മോർ റൈസ്? ഡു യു വാണ്ട് സം മോർ റൈസ്? നിനക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ? Shall I get you some water? Here, get means bring, കൊണ്ടുവരിക. Shall I get you some water? നിനക്ക് ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. നെക്സ്റ്റ് നമുക്ക് എവിടേക്കാ യൂസ് ചെയ്യുക സം എന്ന് നോക്കാം. ഒരു റിക്വസ്റ്റ് പറയാൻ, റിക്വസ്റ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് സം വയ്ക്കാം. എനിക്ക് കുറച്ച് പണം കടം തരുമോ എന്ന് നമുക്ക് സം വെച്ച് ഇങ്ങനെ ചോദിക്കാം. Can you lend me some money? Can you lend me some money എന്ന് ചോദിക്കാം. ഓക്കെ, എന്നോട് കുറച്ച് നല്ല പ്ലേസ് സജസ്റ്റ് ചെയ്യാമോ? അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലേസ് കുറച്ച് പറഞ്ഞുതരോ എന്നിങ്ങനെ ചോദിക്കും. Can you tell me some good places to visit here? Can you tell me some good places to visit here? ഇനി നമുക്ക് എനി എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. എനി സാധാരണ നെഗറ്റീവ് സെന്റൻസിലാണ് യൂസ് ചെയ്യുന്നത്. എനി എന്താ മീനിങ്? യാതൊന്നും, ഏതെങ്കിലും എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നോക്കൂ, എനി എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? യാതൊന്നും, ഏതെങ്കിലും എന്നുള്ളൊരു മീനിങ് ആണല്ലേ. എനിക്ക് അതുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. എങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ്. എനിക്ക് അതുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. എനി യൂസ് ചെയ്യും. ഒരു നെഗറ്റീവ് സെന്റൻസ് ആണല്ലേ. ദെൻ ഞങ്ങൾക്ക് യാതൊരു ഹെൽപ്പും വേണ്ട. We don't need any help. We don't need any help. ഇനി നെക്സ്റ്റ് യൂസേജ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് എനി വയ്ക്കാം. നീ ഈ അടുത്ത കാലത്തായിട്ട് ഏതെങ്കിലും നല്ല ഫിലിംസ് കണ്ടിട്ടുണ്ടോ എന്ന് വയ്ക്കാം. Have you seen any good films lately? Have you seen any good films lately എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി നിനക്ക് ബാംഗ്ലൂരിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ? Do you have any friends in Bangalore? ഡു യു ഹാവ് എനി ഫ്രണ്ട്സ് ഇൻ ബാംഗ്ലൂർ? നിനക്ക് ബാംഗ്ലൂരിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കാം. നെക്സ്റ്റ് ഒരു യൂസേജ് ആണ് എനി ഈഫ് കണ്ടീഷനിൽ യൂസ് ചെയ്യാം. ഈഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈഫ് ചേർത്ത് സെന്റൻസ് പറയൂലേ, അതിൽ നമുക്ക് എനി യൂസ് ചെയ്യാം. നിനക്ക് ഏതെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കൂ. ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ജസ്റ്റ് ആസ്ക് മീ. If you need any help, just ask me. Okay, നിനക്ക് ഏതെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കൂ. നേരത്തെ എക്സാമ്പിൾ നോക്കാം. അവിടെ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. If there is any problem, call me. If there is any problem, call me. അപ്പോൾ നമ്മൾ സം ആൻഡ് എനി എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് പഠിച്ചു.